ചെടികൾക്ക് ആവശ്യമായ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം ഇവയാൽ സമ്പന്നമായതാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം വീടുകളിൽ പഴം വാങ്ങാറുള്ളതല്ലേ? അപ്പോൾ ഈ പഴം കഴിച്ചിട്ട് നമ്മൾ ആ തൊലി കളയാറാണ് സാധാരണ പതിവ്. ഈ പഴത്തിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് ഒരു സൂപ്പർ വളം എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെടികൾക്ക് ആവശ്യമായ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം ഇവയാൽ സമ്പന്നമായതാണ് പഴത്തൊലി. ഇത് ചെടിയുടെ വളർച്ച കൂട്ടുക മാത്രമല്ല, ചെടികൾ നന്നായി പൂവിടുന്നതിനും കായ്ഫലം ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു. പഴത്തൊലി നമുക്ക് ദ്രാവക രൂപത്തിൽ മാത്രമല്ല കമ്പോസ്റ്റ് ആക്കിയും ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾ നടുന്ന സമയത്ത് പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് ആ കുഴിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾക്ക് പുതയിടാനായിട്ടും പഴത്തൊലി ഉപയോഗിക്കാവുന്നതാണ്. പഴത്തൊലി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് പൊടിച്ച് സൂക്ഷിക്കാം. ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് ഏറ്റവും നല്ലത്. ഈ പഴത്തൊലി ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ജൈവവളം എങ്ങനെയാണ് ദ്രാവക രൂപത്തിൽ ചെടികൾക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. പഴത്തിൻ്റെ തൊലി നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം അതൊരു ടിന്നിലേക്ക് ആക്കുക. ടിന്നിലേക്ക് പഴത്തൊലി ഇട്ട ശേഷം നമുക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 3-4 ദിവസം ഈ പഴത്തൊലി ടിന്നിൽ സൂക്ഷിക്കുക. അല്പം വലിയ ടിന്ന് എടുക്കുന്നതാണ് നല്ലത്. ഇത് പുളിച്ച് കഴിയുമ്പോഴത്തേക്കും ടിന്ന് തുറന്ന് പോരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ടിന്നിലേക്ക് ഇത് മാറ്റി സൂക്ഷിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അടപ്പ് തുറന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു ദ്രാവക രൂപത്തിലുള്ള ജൈവവളം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് 5 ഇരട്ടി വെള്ളം ചേർത്ത് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.